BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം ചർച്ചയ്ക്കും പ്രക്ഷോഭത്തിനും വഴി തുറക്കുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് സുപ്രീം കോടതിയും അനുമതി നിഷേധിച്ച പദ്ധതി വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തിന് പിന്നിൽ UDF നേതാക്കളാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ഡൽഹിയിലെ ഒരു സ്വകാര്യ സ്ഥാപനം വിമാനത്താവള പദ്ധതിക്കായി ആറന്മുള പുഞ്ചയിൽ ഡ്രോൺ സർവേ നടത്തിയതിനെ തുടർന്നാണ് വീണ്ടും വിവാദം കത്തിപ്പടർന്നത്. സർവേ നടത്തുന്ന കാര്യം റവന്യൂ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. രണ്ടാം ഘട്ട ഡ്രോൺ സർവേക്കായി കമ്പനി വീണ്ടും എത്തുമെന്ന് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. തൻ്റെ കൈവശം 400 ഏക്കർ ഉണ്ടെന്നും 1000 ഏക്കർ കൂടി ലഭിച്ചാൽ വിമാനത്താവള പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങാമെന്നുമാണ് എബ്രഹാം പറയുന്നത്. കോൺഗ്രസ് നേതാക്കളായ ആന്റോ ആന്റണി MP, അബിൻ വർക്കി MLA, മുൻ MLA അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ എന്നിവരുടെ പിന്തുണ പദ്ധതിക്കുണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റിൽ വിമാനത്താവള പദ്ധതിയുടെ പഴയ ഫയലുകൾ ADMന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു വരികയാണെന്നും അതുപയോഗിച്ച് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനാണ് പരിപാടിയെന്നുമാണ് പരിസ്ഥിതി സംഘടനകൾ ആരോപിക്കുന്നത്. പൈതൃക ഗ്രാമമായ ആറന്മുളയിലെ 1500 പരം ഏക്കർ പുഞ്ചവയൽ മേഖല, മലകൾ എന്നിവ ഇടിച്ചു നിരത്തി വിമാനത്താവള പദ്ധതി നടപ്പാക്കാൻ 2004 എബ്രഹാം കലമണ്ണിൽ ശ്രമം ആരംഭിച്ചതാണ്. മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലെ എയറോനാട്ടിക്കൽ കോഴ്സിന് എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം 232 ഏക്കർ പുഞ്ച തുച്ഛവിലയ്ക്ക് വാങ്ങിയത്. ഇതിൽ 50 ഏക്കർ പുഞ്ച കരിമാരൻകുന്ന് ഇടിച്ചു നിരത്തി നികത്തിയെടുത്തു. റവന്യൂ പുറമ്പോക്കിലുള്ള കരിമാരൻ തോടും വലിയ തോടും കയ്യേറിയായിരുന്നു വയൽ നികത്തിയത്. ആറന്മുള ഏവിയേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനും രൂപം നൽകിയിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാർ വിമാനത്താവളത്തിന് തത്വത്തിൽ അനുമതി നൽകി. പിന്നെ ചെന്നൈ ആസ്ഥാനമായ KGS കമ്പനിക്ക് ഭൂമി കൈമാറി. കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ എൽവിറോ കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ കൊണ്ട് പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 2011 അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിമാനത്താവള നിർമ്മാണത്തിന് വേണ്ടി ആറന്മുള, കിടങ്ങന്നൂർ, മല്ലപ്പുഴശ്ശേരി വില്ലേജുകളെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചു. വാർത്ത പുറത്തു വന്നതോടെ കുമ്മനം രാജശേഖരന്റെയും സുഗതകുമാരിയുടെയും നേതൃത്വത്തിൽ വൻ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. 2.5 വർഷം നീണ്ടുനിന്ന ബഹുജന സമരത്തിന് ഒടുവിൽ 2004 മെയ് 28 ദേശീയ ഹരിത ട്രിബ്യൂണൽ പദ്ധതി റദ്ദാക്കി. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ ഏജൻസിക്ക് വേണ്ട യോഗ്യതയില്ലെന്ന് തെളിഞ്ഞതോടെയായിരുന്നു ഇത്. പിന്നീട് സുപ്രീം കോടതിയും ഈ തീരുമാനം ശരിവെച്ചു. ഇതോടെയാണ് വിമാനത്താവള പദ്ധതി നിർത്തിവെച്ചത്. ഒരിക്കൽ ഉപേക്ഷിച്ച വിമാനത്താവള പദ്ധതി വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമിക്കച്ചവടം ലക്ഷ്യമിട്ടാണെന്നാണ് ആരോപണം. പമ്പാ തീരത്തെ 1500 ഏക്കർ പുഞ്ചവയൽ നികത്തി വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കില്ലെന്ന് അറിയാവുന്നവരാണത്രേ ഇതിന്റെ പിന്നിൽ. പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് ഭൂമാഫിയയുടെ പ്രചരണം മാത്രമാണെന്നും രാഷ്ട്രീയ നേതാക്കൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്തുണയ്ക്കുന്നതെന്നും പരിസ്ഥിതി സംഘടനകൾ ആരോപിക്കുന്നു. വിമാനത്താവളത്തിന് കുറഞ്ഞത് 1400 ഏക്കർ ഭൂമിയാണ് വേണ്ടത്. തൻ്റെ കൈവശം 400 ഏക്കർ ഉണ്ടെന്ന് അബ്രഹാം കലമണ്ണിൽ പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആറന്മുള പുഞ്ചയിൽ 232 ഏക്കർ മാത്രമേ ഉള്ളൂവെന്നും ഇത് മിച്ചഭൂമി കേസിൽപ്പെട്ട് കിടക്കുകയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പദ്ധതിക്ക് 1200 ഏക്കർ കൂടി വേണം. ഇത്രയും സ്ഥലം തുച്ഛവിലയ്ക്ക് സ്വന്തമാക്കി മറിച്ചു വിൽക്കാനാണ് ശ്രമമെന്നാണ് ആരോപണം. പദ്ധതിക്കായി വയൽ മേഖല കൂടാതെ മാങ്കുന്ന്, തെച്ചിക്കാവ് മലകൾ കൂടി ഇടിച്ചു നിരത്തേണ്ടി വരും. പള്ളിമുക്കത്തുകാവ്, തെച്ചിക്കാവ് എന്നീ സർപ്പക്കാവുകൾ പിഴുതുമാറ്റണം. നിരവധി കുടുംബങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു തരി മണ്ണും ഇനി നൽകില്ലെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ ആവശ്യമായ 3000 ഏക്കർ സ്ഥലം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിൽ കൊടുമൺ എസ്റ്റേറ്റിൽ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് നേതാക്കളും സർക്കാരും ചേർന്ന് പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്ന പുഞ്ചവയൽ നികത്തി വിമാനത്താവളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്.
പിണറായി സർക്കാരിന്റെ കാലത്ത് വിമാനത്താവളത്തിനായി കണ്ടെത്തിയ 2263 ഏക്കർ ചെറുവള്ളിത്തോട്ടത്തിന്റെ യഥാർത്ഥ ഉടമകൾ പശ്ചിമ ദേവസ്വമാണെന്നും ഇതിന്റെ രേഖകളിൽ കൃത്രിമം നടത്തി ബിലീവേഴ്സ് ചർച്ച് സ്വന്തമാക്കുകയായിരുന്നു എന്ന ആരോപണം ഉയർന്നതോടെയാണ് വീണ്ടും പഴയ പദ്ധതിയുമായി രംഗത്ത് വരാൻ ശ്രമിക്കുന്നത്. ആറന്മുള പുഞ്ച നികത്താനുള്ള പദ്ധതി 2008 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ മാത്രമേ പുഞ്ച നികത്താനുള്ള നടപടികൾ ചെയ്യാൻ കഴിയൂ. 9 വർഷമായി ഈ ഭൂമി സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിലും നിലനിൽക്കുകയാണ്. വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്നാൽ അതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് പൈതൃക ഗ്രാമസംരക്ഷണ സമിതി നേതാവും മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പമ്പാ നദിയിൽ വെള്ളമുയരുമ്പോൾ അധിക ജലത്തെ ഉൾക്കൊള്ളുന്ന സ്വാഭാവിക ജലസംഭരണിയാണ് ആറന്മുള പുഞ്ച. ഇത് നികത്തിയാൽ മധ്യ തിരുവിതാംകൂറിൽ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കുമ്മനം വ്യക്തമാക്കി. UDFും കോൺഗ്രസ് നേതാക്കളും നിയമങ്ങളെ അട്ടിമറിച്ച് വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ വീണ്ടും അതിശക്തമായ ഒരു സമരത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ നൽകുന്ന സൂചന. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.